വാദ്യകലാകാരന്മാരുടെ മേളപ്പെരുക്കവും ഗജവീരന്മാരുടെ തലയെടുപ്പും ഒത്തുചേർന്നതോടെ കൂറ്റനാട് കോതച്ചിറ അയ്യപ്പൻകാവ് താലപ്പൊലി വർണ്ണവിസ്മയ കാഴ്ചയായി. വിശേഷാൽ പൂജകൾക്ക് ക്ഷേത്രം തന്ത്രി തരണനല്ലൂർ പത്മനാഭൻ നമ്പൂതിരിപ്പാട് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. രാവിലെ ദേവിക്ക് പൂമൂടലുണ്ടായി. തുടർന്ന് വേങ്ങാട്ടൂർ മനയിലേക്ക് ആന, പഞ്ചവാദ്യം എന്നിവയുടെ അകമ്പടിയിൽ ദേവസ്വം എഴുന്നള്ളിപ്പ് ഉണ്ടായി. ഉച്ചയ്ക്ക് ശേഷം തിരിച്ച് വേങ്ങാട്ടൂർ മനയിൽ നിന്നുള്ള എഴുന്നള്ളിപ്പ് ദേവീ സന്നിധിയിലെത്തി. ദേവസ്വംപുരത്തിൽ പറക്കാട് തങ്കപ്പന്മാരാർ പഞ്ചവാദ്യത്തിന് നേതൃത്വം നൽകി. ഗജവീരൻ ചെർപ്പുളശ്ശേരി മണികണ്ഠൻ ദേവിയുടെ തിടമ്പേറ്റി. ഉച്ചയ്ക്ക് ശേഷം തട്ടകത്തെ ദേശകമ്മിറ്റികളുടെ പൂരം വരവുകൾക്ക് തുടക്കമായി. ഉത്സവ പൂരാഘോഷ കമ്മിറ്റിയുടെ മൂന്നാന പഞ്ചവാദ്യവുമായി എത്തിയപ്പോൾ ആലിൻചുവട് ഉത്സവ കമ്മിറ്റി പേരുകേട്ട ഗജവീരന്മാരിൽ ഒന്നായ തെച്ചുകോട്ടുകാവ് രാമചന്ദ്രനെ എഴുന്നള്ളിച്ചെത്തിയതോടെ ഉത്സവപ്പറമ്പ് ആവേശത്തിലായി. മേളത്തിൽ പെരുവനം കുട്ടന്മാരാരും സംഘവും ഉത്സവപ്പറമ്പിൽ താളമേള വാദ്യവിസ്മയങ്ങൾ തീർത്തു. ഗജവീരൻ ചിറക്കൽ കാളിദാസനെ ഗാലക്സി ആഘോഷ കമ്മിറ്റി നെടുനായക സ്ഥാനത്ത് എഴുന്നള്ളിച്ചെത്തി. കിഴക്കുംഭാഗം കമ്മിറ്റിയുടെ എഴുന്നള്ളിപ്പിന് ചെറുപ്പുളശ്ശേരി ശിവനും കോങ്ങാട് മധുവും താളവിസ്മയം തീർത്തു. വിവിധ ആഘോഷ കമ്മിറ്റികളുടെ 7 ആനപ്പൂരങ്ങളും 2 കാവടി നാഗസ്വരവുമടക്കം 14 കൊടിവരവുകളുണ്ടായി. വൈകിട്ട് നാടൻ കലാരൂപങ്ങളടക്കം 12 കാളവേലകൾ ദേവിയെ കണ്ടുമടങ്ങി. അമ്പലപ്പറമ്പിൽ ഭഗവതിക്ക് അഭിമുഖമായി 10 ആനകളെ കൂട്ടിയെഴുന്നള്ളിച്ചു. രാത്രി 9-ന് ആൽത്തറയ്ക്കു സമീപം പഞ്ചവാദ്യമുണ്ടായി. രാത്രി താലം എഴുന്നള്ളിപ്പ് നടന്നു. പുലർച്ചെ നടന്ന എഴുന്നള്ളിപ്പോടെ ഉത്സവത്തിന് സമാപനമായി.